അങ്ങനെ അവള് രക്ഷപ്പെട്ടെന്ന് പറ സാറേ. ഏതോ ഒരു എക്സ്മിലിറ്ററിക്കാരനെയാ കെട്ടിയത്. പഴയ അടുപ്പക്കാരനായിരിക്കും. ആയിരിക്കും. ഏതായാലും അവള് ഡിഫൻസ് ഫോഴ്സിനെ കുറിച്ച് അറിവുള്ളവൾ. അത് ശരിയാ. ഈ ഉണക്ക അധ്യാപകനെ എത്ര നാള് സഹിക്കും സാറേ? അതും ശരിയാ. എന്നും കവാത്തി ചെയ്യുന്ന ഉറച്ച ശരീരമല്ലേ? അതെ അതെ സാറേ, ബുദ്ധിയുള്ള അധ്യാപകനേക്കാൾ ശക്തിയുള്ള പട്ടാളക്കാരനാണ് പെണ്ണുങ്ങൾക്ക് താല്പര്യം. പ്രകാശൻ സാറിനെന്താ ഒരു പ്രകാശമില്ലായ്മ? അല്ല, മൂഡ് ഔട്ട് ആയതുപോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. മൂടിന് കുഴപ്പമൊന്നുമില്ല സാറേ. കൈക്കൊതുങ്ങാത്ത ചാടിപ്പോവും, അതിൽ വിഷമിച്ചിട്ടുണ്ടാ കാര്യം? ഗോകുലൻ സാർ എന്തിനാ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലൈഫിൽ ഇടപെടുന്നത്? കഴിവുകേടുകൊണ്ട് ഭാര്യ ചാടിപ്പോകുന്നത് പ്രൈവറ്റ് കാര്യമാണോ? അങ്ങാടിപ്പാട്ടല്ലേ? പിള്ളേരെല്ലാം ഇതാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മിസ്റ്റർ ഗോകുലൻ, നിങ്ങളൊരു അല്പം കൂടെ മര്യാദക്ക് സംസാരിക്കണം. എന്താ, എന്നെ മര്യാദ പഠിപ്പിക്കാൻ പോവുകയാണോ? ചിലപ്പോ പഠിപ്പിക്കേണ്ടി വരും. സ്വന്തം ഭാര്യയെ മര്യാദ പഠിപ്പിക്കാൻ ശക്തിയില്ലാത്ത താനാണോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത്? എനിക്ക് ശക്തിയുണ്ടെന്ന് തനിക്ക് കാണണോ? എന്താടേ? എനിക്കൊന്ന് വീട്ടിൽ പോയാൽ കൊള്ളാം. നമുക്ക് പോകുന്ന വഴിക്ക് മാം സാബിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. എന്തിനാണ് ഈ വീട്ടിൽ പോകുന്നത്? ഓ, ഇവിടത്തെ വിശേഷങ്ങൾ വിളമ്പാനായിരിക്കും. തൽക്കാലം അത് വേണ്ട. അമ്മയൊന്ന് കാണാൻ. അവരെന്താ ചാകാൻ കിടക്കുന്നു? അമ്മയെ കാണാനിട്ട് നിനക്ക് ഉറക്കം വരുന്നില്ല അല്ലേ? നിന്റെ മറ്റവന്റെ കൂടെ ഇരുന്നപ്പോഴും എന്നും വീട്ടിൽ പോകുമായിരുന്നോടി. ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങരുത്. നിന്റെ തള്ളയോ നക്കിപ്പുള്ള അമ്മാവനോ ഈ വീടിനകത്ത് കയറാനും പാടില്ല. കയറിയാൽ അടിച്ച് ഞാൻ കാലൊടിക്കും. എല്ലാ ഈശ്വരാനുഗ്രഹവും നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യമാണ്. ഇപ്പോഴെങ്കിലും നീ അത് സമ്മതിച്ചല്ലോ സരസ്വതി. ഇത് എന്നേ തോന്നേണ്ടതായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായല്ലോ. മാധവൻ നായരും അവളും ഇങ്ങോട്ടൊന്ന് വന്നു പോലില്ലല്ലോ. അവൾക്ക് അവിടെ പരമ സുഖമല്ലേടി. ഒരു പക്ഷെ നമ്മളെ തന്നെ അവള് മറന്നു കാണും. എന്നാലും ചേട്ടാ. ശരി, നീ വിഷമിക്കണ്ട. നാളെ തന്നെ ഞാനൊന്ന് പോയി കളയാം. അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങിയ അമ്മാവന് ബസ് കിട്ടും. ബസ് ഇനിയും വരുമടി. അതല്ലെങ്കിൽ അവൻ എന്നെ കാറിൽ കൊണ്ടുവന്ന് വിടും. ഇവിടെ വരെ വന്നിട്ട് കാണാതെ പോയാൽ മാധവൻകുട്ടിക്ക് എന്ത് തോന്നും? ഒന്നും തോന്നുകയില്ല. അങ്ങേര് വരുമ്പോ താമസിക്കും. ഇനി വരുമ്പോ കാണാം. അതൊന്നും സാരമില്ല മോളെ. എന്തായാലും ഇവിടെ വരാതിരിക്കില്ലല്ലോ. അമ്മാവൻ താമസിച്ച അമ്മ വിഷമിക്കില്ലേ? ഏയ്, ഞാൻ ഇത്തിരി വൈകുമെന്ന് പറഞ്ഞാ പോന്നത്. നീ ഏതായാലും ചോറ് വേണം. അത് വിശേഷിച്ച് കറിയൊന്നും ഇല്ലെന്നായിരിക്കും. നിന്റെ കൈകൊണ്ട് അരച്ച ഉപ്പും മുളകും ആണെങ്കിലും അമ്മ അവന് പഞ്ചാമൃതമാണ്. നീ വേഗം പോയി ചോറ് വിളമ്പ്. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ചെല്ലു മോളെ. ഇത്രയും കറികൾ ഉണ്ടായിട്ടാണോ നീ നിന്ന് പരിങ്ങിയത്? അമ്മാവിന് ഇതൊക്കെ മതി മോളെ. നീ ആ സാമ്പാറും കുഴിക്ക്. മാധവൻകുട്ടിയല്ലേ വന്നത്? ഞാൻ ഒറ്റയ്ക്കിരുന്നതിന് ഇപ്പൊ അവൻ പിണങ്ങും. അല്ലെങ്കിൽ നീ കണ്ടോ? മാധവൻകുട്ടിയേ, ഇവിടെ ഒരു വിരുന്നുകാരൻ ഇരിപ്പുണ്ട്. അങ്കിൾ സാർ എപ്പോഴെത്തി? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അല്ല, സാധനം കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വല്ലാതെ വിശന്നു പോയി. അത് സാരമില്ല, നീ ഇങ്ങോട്ട് ഒഴിക്ക്. ദാസപ്പ, ഞാനും മാധവൻകുട്ടിയും കൂടി ഇതുപോലെ കൂടിയിട്ട് എത്ര നാളായി? കല്യാണ നിശ്ചയത്തിന്റെ അന്നായിരുന്നു. അപ്പൊ നിനക്ക് നല്ല ഓർമ്മ ഉണ്ട്. വെള്ളം കുറച്ചൊഴിയടാ. ആര് പറഞ്ഞാ നിന്നോട് കുപ്പി തുറക്കാൻ? അമ്മാവന് കണ്ട നാറികളെ സൽക്കരിക്കാനല്ല ഞാനിത് വാങ്ങിക്കൊണ്ടുവന്നത്. മാധവൻകുട്ടി. ആ മാധവൻകുട്ടി തന്നെയാ പറയുന്നത്. എടീ, വരുന്നവർക്കൊക്കെ വെച്ചു വിളമ്പതിന്റെ സത്താണോടി? നിന്റെ സ്വന്തക്കാർ ഒറ്റ എണ്ണത്തിന് ഈ വീടിനകത്ത് കയറ്റരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ചവിട്ടി നിന്നെ ഞാൻ.
എന്താടേ? അമ്മാവൻ ഇങ്ങനെ അപമാനിച്ചു വിട്ടത് ശരിയായില്ല. പിന്നെ എങ്ങനെ വിടണം? മുത്തുക്കുടിയും ചെണ്ടമേളമായിട്ടോ? എന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള മനുഷ്യനാണ്. എന്ന് വെച്ച് ഞാൻ അയാളെ തൊഴണോ? എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ വീട്ടിലുള്ള ഒറ്റ എണ്ണത്തിന് ഈ പഠിക്കകത്ത് കയറ്റരുതെന്ന്? അതിനൊക്കെ തെറ്റ്. അവരെന്ത് ചെയ്തു? അതാ നാറിയോട് തന്നെ ചോദിക്കേ. പണ്ടയാൾ നിന്നെ എനിക്ക് കെട്ടിച്ചു തരാമെന്ന് വാക്ക് തന്നാടി. എന്നിട്ടിപ്പൊ സെക്കൻഡ് ഹാൻഡ് ആയപ്പോ എന്റെ തലയിൽ വെച്ച് കെട്ടിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് വന്ന് അപേക്ഷിച്ചില്ലല്ലോ. പട്ടി, നിന്റെ അമ്മാവൻ എന്റെ കാലിൽ വീണ് കെഞ്ചിയിട്ടാണ് ഞാൻ സമ്മതിച്ചത്. എന്തിനു സമ്മതിച്ചു? അന്നെന്നെ വെറുത്തതിന് നിന്നോട് പകരം വീട്ടാൻ. നിങ്ങളൊരു മൃഗമാണ്. സരസ്വതി, സരസ്വതി, കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുപോവാ. ചേട്ടൻ എന്താ പെട്ടെന്ന് ഇനി പോന്നത്? നല്ല ശിക്ഷയായിപ്പോയി. എന്നെ ഇന്ന് വിടത്തേയില്ലെന്ന് അവനൊരു പിടിവാശി. സുജാതയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടോ ഏട്ടാ? ഏയ്, അവൾക്കെന്ത് വിശേഷം? പരമസുഖമല്ലേ. മാധവൻകുട്ടിയോ? മാധവൻകുട്ടിയും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ചേട്ടൻ എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? ഊണ് കഴിച്ചില്ലേ? കഴിച്ചില്ലെന്നു. കഴിക്കാതെ അവൻ വിടൂ. പിന്നെ ബസ് സമരം ആയതുകൊണ്ട് ഞാൻ നടന്നിങ്ങ് പോന്നു. നീ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഇങ്ങ് എടുക്ക്. എന്റെ ഭഗവാനെ. ഒന്നുമില്ലേലും ഒത്തിരി കാലമായിട്ട് നമ്മൾ അയൽക്കാരല്ലേ. സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നതിനെ പറ്റി ഞങ്ങളോട് പറയാറുണ്ട്. ആ കുഞ്ഞിനെ നോക്കാനെങ്കിലും ഒരാൾ വേണ്ടേ? അതിന് പാറവുമല്ലോ. നേരാ, അവർ വെറും ഒരു വേലക്കാരിയല്ലേ? അതും നേരാ. സുജാത വേറെ കല്യാണം കഴിച്ച സ്ഥിതിക്ക് സാറും ഒരു കല്യാണം കഴിക്കണമെന്നാ എന്റെ അഭിപ്രായം. ഞാനും ആ അഭിപ്രായക്കാരനാ. ഹേമേ, കാപ്പി കൊണ്ടുവരൂ. സാറിന് ഇവിടെ മനസ്സിലായോ? എന്നെ അനിയത്തിയാ ഹേമ. BSc ഫസ്റ്റ് ക്ലാസ്സാ. സുമയുടെ അനിയത്തിയെന്ന് പറയല്ല, നല്ല സ്മാർട്ടാ. യൂത്ത് ഫെസ്റ്റിവലിന് 2 സമ്മാനം കിട്ടി. 2 അല്ല ചേച്ചി, 3. 3 ഉണ്ടടി. നല്ലൊരു കലാകാരിയാ. സ്റ്റേജിൽ കലക്കും. കണ്ടാലറിയാം. കോളേജ് മാത്രമേ ഉള്ളൂ. വീട്ടിലെത്തിയാൽ അവള് മിണ്ടാപ്പൂച്ചയാ. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. നേരാ സാറേ. കുഞ്ഞുങ്ങളെ കിട്ടിയ അവൾ കട്ടിച്ച് തിന്നുകളയും. അത്രയ്ക്ക് ഇഷ്ടമാ. നല്ലൊരു പാചകക്കാരിയാ. നളപാചകം എന്ന് കേട്ടില്ലേ? ഓ ചേട്ടാ, നിനക്ക് നാണമാണെങ്കിൽ അപ്പുറത്ത് പൊയ്ക്കോ. ഞാനിവിടെ പരിചയപ്പെടുത്തിയത് എന്തിനാണെന്നറിയാമോ? സഹോദരി ആയതുകൊണ്ട്. അത് മാത്രമല്ല സാറേ, പിന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. സുജാതയുടെ സ്ഥാനത്ത് കുഞ്ഞിനെയും സാറിനെയും നോക്കാൻ ഹേമ വരണമെന്ന്. ധൃതിയൊന്നുമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ശരി, ഞാൻ ഇറങ്ങട്ടെ. നിങ്ങളോട് ചെല്ലു മനുഷ്യ, പിടിച്ചു പിടിയാലെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. ഞാൻ ഏറ്റടി. പ്രകാശൻ സാറേ, എന്റെ പൊന്ന് സാറേ, എന്റെ ഭാര്യ അവളുടെ അനിയത്തിയുടെ കാര്യം പറഞ്ഞില്ലേ? അയ്യോ, അതിൽ വീണു പോവല്ലേ. എന്താ സാറേ? ഈ ഭദ്രകാളുടെ നേരെ ഇളയതാ അവള്. ഇതേ സ്വഭാവം തന്നെ അവളുടെയും. എന്നെ ഇട്ട് വട്ട് കെട്ടുന്ന അനുഭവം സാറിനും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുക. ഇനിയൊരു വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയാനാണോ സാറിന്റെ തീരുമാനം? എന്റെ ജീവിതത്തിൽ ഒരേ ഒരു സ്ത്രീക്ക് സ്ഥാനമുണ്ടായിരുന്നു, എന്റെ സുജാതയ്ക്ക് മാത്രം. ചേട്ടന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ രാജിവെച്ചു പോകുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ചേട്ടൻ എന്നെ ചതിക്കായിരുന്നെന്ന് മനസ്സിലാക്കിയത്. ഞാൻ ആ പെണ്ണിനെ കെട്ടിയതുകൊണ്ടാണോ നീ ഇത് പറയുന്നത്? എടി മെഴ്സി, ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഞാൻ അത് ചെയ്തത്. പിന്നെ പെണ്ണ് കിട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എടി, അവളോടൊത്ത് സുഖമായി ജീവിക്കാനായിരുന്നെങ്കിൽ നീ രാജിവെച്ചു വരാൻ ഞാൻ എഴുതുമായിരുന്നു. പിന്നെ എന്തിനാ എഴുതിയത്? ഒരു കാലത്ത് എന്റെ മുഖത്ത് നോക്കി എന്നെ അവമാനിച്ചവളാണ് എന്റെ ഭാര്യ. അവളോട് പകരം വീട്ടാൻ എനിക്കൊരു അവസരം കിട്ടി, അത് ഞാൻ ഉപയോഗപ്പെടുത്തി. അപ്പോൾ എടി,
കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞു കേൾപ്പിക്കുന്നത്? 5 സ്റ്റാർ ഹോട്ടലിൽ നിനക്ക് ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ താമസിക്കാം. കിട്ടിയോടാ? കിട്ടി. ഇതാ, ഇത് കയ്യിലിരിക്കട്ടെ. നാളെ രാവിലെ ഞാൻ ഹോട്ടലിൽ വരാം. നീ പോയിക്കോ. സാർ, ഇത് നമ്മുടെ മേഴ്സിക്കുട്ടിയല്ലേ, മിലിറ്ററി നേഴ്സ്? നോക്കായിരുന്നു പണം. ആ, ചേട്ടാ, ഇത് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോകും.